പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ എത്തിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ ആൻഡ് യൂസേജ്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന്റെയും അതിന്റെ യൂസേജിന്റെയും എത്തിക്കൽ ഇംപ്ലിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാലും വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പ്രൈവസി കൺസേൺ. ഒന്നാമത്തെ കൺസേൺ പ്രൈവസി കൺസേൺ. കളക്ടിംഗ് പേഴ്സണൽ ഡാറ്റ ഓഫൺ റൈസസ് സീരിയസ് പ്രൈവസി ഇഷ്യൂ. നമ്മൾ ഒരു പേഴ്സണൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതോട് കൂടി തന്നെ സീരിയസ് ആയിട്ടുള്ള പ്രൈവസി ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യത. ഇൻഡിവിജ്വൽ മേ നോട്ട് ആൾവേസ് ബി aware of how much data is being collected about them. അവരിൽ നിന്ന് എത്ര ഡാറ്റ കളക്ട് ചെയ്യുന്നത്, who is collecting, ആരാണ് ഇത് കളക്ട് ചെയ്യുന്നത്, how it is will be used, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. വിത്തൗട്ട് പ്രോപ്പർ കൺസെന്റ് ആൻഡ് ട്രാൻസ്പെറൻസി ഡാറ്റ കളക്ഷൻ ക്യാൻ ഇൻവേഡ് യൂസേഴ്സ് പേഴ്സണൽ ലൈഫ്സ് ആൻഡ് വയലേറ്റ് ദെയർ റൈറ്റ്സ്. എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് കൺസെന്റ് ഇല്ലാതെ, ട്രാൻസ്പെറൻസി ഇല്ലാതെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിലൂടെ യൂസറിന്റെ പേഴ്സണൽ ലൈഫിലേക്കുള്ള ഒരു കടന്നു കയറ്റമാണ്. അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളെ വയലേറ്റ് ചെയ്യാൻ. നമ്മൾ പലരുടെയും പേഴ്സണൽ ഡാറ്റ പലരും കളക്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പല സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന പേര്, മൊബൈൽ നമ്പർ ഒക്കെ നമ്മൾ പേഴ്സണൽ ഡാറ്റ അവിടെ കളക്ട് ചെയ്ത് പോവുകയാണ്. അത് അവർ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. ഇൻഫോംഡ് കൺസെന്റ്. എത്തിക്കൽ ഡാറ്റ യൂസേജ് റിക്വസ്റ്റ് ദാറ്റ് ഇൻഡിവിജ്വൽ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡാറ്റ ഈസ് ബീങ് കളക്റ്റഡ് ആൻഡ് വൈ. എന്ത് ഡാറ്റയാണ് കളക്ട് ചെയ്തത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളത്. അതുപോലെ തന്നെ എന്തുകൊണ്ട്. കമ്പനീസ് ആൻഡ് പ്ലാറ്റ്ഫോം മസ്റ്റ് എൻഷുർ യൂസേഴ്സ് ഗീവ് ഇൻഫോംഡ് കൺസെന്റ്. യൂസർ കൃത്യമായിട്ട് ഇൻഫോംഡ് കൺസെന്റ് കൊണ്ട്, നോട്ട് ജസ്റ്റ് ത്രൂ ലോങ് ആൻഡ് അൺറീഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ ബട്ട് ഇൻ ട്രാൻസ്പെറന്റ് അണ്ടർസ്റ്റാൻഡബിൾ വേ. ഇത് നമ്മൾ കാണുമ്പോൾ കുറേ ഇതുണ്ടാവും, കൺസെന്റ് അടിക്കുക, ക്ലിക്ക് ചെയ്യിക്കുക, നമ്മൾ വേഗം നിൽക്കും, നമ്മൾ ആരും വായിക്കുന്നില്ല. അൺറീഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ പലരും വായിക്കില്ല. അത് ട്രാൻസ്പെറന്റ് ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ വേലായിരിക്കണം. ഡാറ്റ ഓണർഷിപ്പ്. There is an ongoing debate about who truly owns the data, users who generate it or the company that collect it. ആരിത് ഡാറ്റ ഓൺ ചെയ്യണം? ജനറേറ്റ് ചെയ്തവരാണോ, അത് കളക്ട് ചെയ്തവരാണോ ഇത് ഓൺ ചെയ്യേണ്ടത്? അത് വലിയൊരു നടക്കുന്ന ഒരു ഡിബേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഡാറ്റ ചിലപ്പോൾ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് വന്നതായിരിക്കും, അത് കമ്പനി ആയിരിക്കും അത് കളക്ട് ചെയ്യുക. അപ്പൊ ആരാണിത് ഓൺ ചെയ്യണത്? എത്തിക്കൽ പ്രാക്ടീസ് വുഡ് എൻഷുർ യൂസേഴ്സ് ഹാവ് കൺട്രോൾ ഓവർ ദെയർ ഓൺ ഡാറ്റ. യൂസേഴ്സിന് അവരുടെ ഡാറ്റക്ക് കൺട്രോൾ ഉണ്ടായിരിക്കും. ദ റൈറ്റ് ടു ആക്സസ്, മോഡിഫൈ ആൻഡ് ഡിലീറ്റ് ഇറ്റ് ഇഫ് നീഡഡ്. ബയാസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അൽഗോരിതം ട്രെയിൻഡ് ഓൺ ബയാസ്ഡ് ഡാറ്റ can reinforce stereotypes and lead unfair treatment in areas like job hiring, lending and law enforcement. Ethical data practice must focus on fairness, avoiding discrimination, promoting inclusivity. Algorithm trained on biased data can reinforce stereotype, leads to unfair ട്രീറ്റ്മെന്റിലേക്ക് നയിക്കും. പ്രത്യേകിച്ച് ജോബ് ട്രെയിനിങ്, ലെൻഡിങ്ങിന്, ലോ എൻഫോഴ്സ്മെന്റിന്. ഇവിടെ എത്തിക്കൽ ഡാറ്റ പ്രാക്ടീസ് എന്ത് ചെയ്യണം? ഫെയർനെസ് ചെയ്യണം, അവോയ്ഡ് ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കണം, പ്രൊമോട്ടിങ് ഇൻക്ലൂസിവിറ്റി. സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. സ്റ്റോറിംഗ് ലാർജ് വോളിയൂം ഓഫ് ഡാറ്റ കംസ് വിത്ത് ദ റിസ്ക് ഓഫ് ഹാക്കിംഗ്, ബ്രീച്ചസ് ആൻഡ് ഓർ മിസ്യൂസ്. ലാർജ് വോളിയൂം ഓഫ് ഡാറ്റ ഉണ്ടാകുമ്പോൾ അവിടെ ഹാക്കിംഗ് ഉള്ള സാധ്യത, ബ്രീച്ചസ് ഉള്ള സാധ്യത, മിസ്യൂസ് ഉള്ള സാധ്യത. എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഇൻവോൾവ്സ് securing the data properly and taking quick action if a breach occurs to protect affected individuals. Transparency and accountability. Organization must be transparent about their data practice. അവരുടെ ഡാറ്റ പ്രാക്ടീസ്, ഏതൊരു ഓർഗനൈസേഷൻ കളക്ട് ചെയ്യുന്ന ഡാറ്റയിൽ അവർക്ക് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. വാട്ട് ഈസ് കളക്റ്റഡ്, ഹൗ ഇറ്റ് ഈസ് പ്രോസസ്ഡ്, എങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്യുന്നത്, ഹു ഹാസ് ആക്സസ് ചെയ്ത്, ആർക്ക് ഇത് ആക്സസ് ചെയ്യാം. they should also be accountable for any misuse. any misuse-ന് ഇവർ അക്കൗണ്ടബിൾ ആയിരിക്കണം. and harm caused by poor data practice. Surveillance and control. Excessive data collection by government or corporation can lead to mass surveillance, limiting individual freedom and autonomy. Excessive data collection by government അല്ലെങ്കിൽ കോർപ്പറേഷനോ കളക്ട് ചെയ്യുകയാണെങ്കിൽ മാസ് സർവൈലൻസ് ലേക്ക് നയിക്കും, ഇൻഡിവിജ്വലിന്റെ ഫ്രീഡം ലിമിറ്റ് ചെയ്യും, ഓട്ടോണമിയെ ലിമിറ്റ് ചെയ്യും. ഇറ്റ് റൈസസ് കൺസേൺ അബൌട്ട് യൂസിങ് ഡാറ്റ ടു മോണിറ്റർ ഓർ മാനിപ്പുലേറ്റ് സിറ്റിസൺ ഓർ കൺസ്യൂമേഴ്സ്. നമുക്ക് ആധാറൊക്കെ അതിനൊരു ഉദാഹരണങ്ങളാണ്. ഓക്കെ, താങ്ക് യു.